PSC മെന്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും LDC പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പഠനം തുടങ്ങാത്തവർ വേഗം തന്നെ തുടങ്ങിക്കൊള്ളുക. ഞങ്ങളുടെ പുതിയ ബാച്ച് മാർച്ച് 27 ആരംഭിക്കുകയാണ്. LDC പരീക്ഷയ്ക്ക് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട 27 ടോപ്പിക്കുകൾ അടങ്ങുന്ന ഒരു ക്ലാസിന്റെ സീരീസ് ഞങ്ങൾ നിങ്ങൾക്കായി യൂട്യൂബിൽ അവതരിപ്പിക്കുന്നു. പഠനപത്രിക എന്നാണ് അതിന്റെ പേര്. അതിൽ മലയാളം ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. എന്റെ പേര് നിതിൻ. ഇത് മലയാളത്തിന്റെ ആദ്യ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സമാന പദങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യാൻ പോകുന്നത് സമാന പദം എന്നുള്ള ഭാഗമാണ്. എന്താണ് സമാന പദം? ഉച്ചാരണത്തിൽ ഏകദേശം സമമായി തോന്നുന്നതും, അതായത് ഉച്ചാരണത്തിൽ ഏകദേശം ഒരുപോലെയുള്ളതും എന്നാൽ അർത്ഥം വ്യത്യാസമുള്ളതുമായ പദങ്ങളെയാണ് സമാന പദം അല്ലെങ്കിൽ സമാന പദങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ഏകദേശം സമമാണെന്ന് തോന്നും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ അത് നിങ്ങൾക്കൊരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചേക്കാം. അങ്ങനെയുള്ള പദങ്ങളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. മുൻകാലങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ PSC ചോദിക്കാൻ സാധ്യതയുള്ളതുമായ പദങ്ങളാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ആദ്യ പദം അർത്ഥം എന്നുള്ളതാണ്. ആദ്യ പദം അർത്ഥം. ശ്രദ്ധിച്ചേ, അർത്ഥം എന്നിങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം. ഥ രഥത്തിന്റെ ധായാണ്, ആ ഥ മാത്രമായും എഴുതാം. അതുപോലെ തന്നെ ത ഥ ആ രണ്ട് അക്ഷരങ്ങൾ ചേർത്തും എഴുതാം. ഈ രണ്ട് രീതിയിലും മലയാളത്തിൽ ഉപയോഗിച്ച് കാണുന്നുണ്ട്. അപ്പോ ആ പദത്തിന്റെ അർത്ഥം, അർത്ഥം എന്ന പദത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ മീനിങ് എന്ന് പറയുന്നത് വാക്കിന്റെ പൊരുൾ എന്നുള്ളതാണ്. വാക്കിന്റെ പൊരുൾ, അതായത് വേർഡ് മീനിങ് എന്നുള്ള അർത്ഥമാണ് അർത്ഥം എന്ന പദത്തിന്റെ ഒരർത്ഥം. അതിന് രണ്ടാമത് ഒരർത്ഥം കൂടിയുണ്ട്. ധനം എന്നാണ് ആ അർത്ഥം. ധനം. അപ്പോൾ അർത്ഥം എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് വാക്കിന്റെ പൊരുൾ അല്ലെങ്കിൽ ധനം എന്നുള്ളതാണ്. ഇനി രണ്ടാമത് കൊടുത്തിരിക്കുന്ന പദം നോക്കിക്കേ, അതും ഉച്ചരിക്കുന്നത് അർത്ഥം എന്ന് തന്നെയാണ്. അതും ഉച്ചരിക്കുന്നത് അർത്ഥം എന്ന് തന്നെയാണ്. അവിടെ എന്നാൽ ഉപയോഗിച്ചിരിക്കുന്ന ധ വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം ഇവിടെ രഥത്തിന്റെ ധ, ത ഥ രണ്ടാമത്തെ അക്ഷരമാണ്. തായ്ക്ക് ശേഷം വരുന്ന അക്ഷരമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തായ്ക്ക് ശേഷം വരുന്ന ധായാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ ദായ്ക്ക് ശേഷം വരുന്ന ത ഥ ദ ഥ ആ ധായാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ധനത്തിന്റെ ധായാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം പകുതി എന്നുള്ളതാണ്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അർത്ഥവൃത്തം. അർത്ഥവൃത്തം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വൃത്തത്തിന്റെ പകുതി. ഒരു വൃത്തത്തിന്റെ പകുതി, അതാണ് അർത്ഥവൃത്തം എന്ന് പറയുന്നത്. അപ്പൊ അർത്ഥം എന്ന പദത്തിന്റെ അർത്ഥം, അർത്ഥം എന്ന പദത്തിന്റെ അർത്ഥം പകുതി എന്നാണ്. അപ്പോ ഒന്നാമത്തെ പദവും ഉച്ചരിക്കുന്നത് അർത്ഥം എന്ന് തന്നെയാണ്. അതിന്റെ അർത്ഥം വാക്കിന്റെ പൊരുൾ അല്ലെങ്കിൽ ധനമെന്നാണ്. എന്നാൽ രണ്ടാമത്തെ പദത്തിന്റെ അർത്ഥം പകുതി എന്നാണ്. അടുത്ത രണ്ട് പദങ്ങൾ നോക്കാം. അകാലം, അതുപോലെ തന്നെ അക്കാലം. അകാലം, അക്കാലം. അകാലം എന്നാൽ തക്കതല്ലാത്ത കാലം അല്ലെങ്കിൽ ഉചിതമല്ലാത്ത കാലം, അനുചിത കാലം എന്നൊക്കെയാണ് അർത്ഥം. തക്കതല്ലാത്ത കാലം. അപ്പൊ ഈ പദം നിങ്ങൾ പലപ്പോഴും പത്രവാർത്തകളിലും അല്ലാതെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. അകാലത്തിൽ പൊലിഞ്ഞുപോയ, അതായത് കാലം എത്താതെ മരിച്ചുപോയ. അകാലത്തിൽ പൊലിഞ്ഞുപോയ. അകാലത്തിൽ പൊലിഞ്ഞുപോയ എന്ന് പറഞ്ഞാൽ ഇപ്പം സാധാരണ ഒരാൾ മരിച്ചു പോകുന്നത് എപ്പോഴാണ്? പ്രായം ചെന്ന്, വളരെയേറെ പ്രായം ചെന്നതിന് ശേഷമാണ് സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നത്. എന്നാൽ ചെറുപ്രായത്തിൽ ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് അകാലത്തിൽ പൊലിഞ്ഞു എന്ന് പറയാറുണ്ട്. അതായത് അകാലത്തിൽ, കാലം എത്താതെ മരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ അകാലം എന്ന് പറഞ്ഞാൽ തക്കതല്ലാത്ത കാലം അല്ലെങ്കിൽ അനുചിതമായ കാലം, ഉചിതമായ കാലമല്ല എന്നുള്ള അർത്ഥമാണ് അകാലം എന്നുള്ള വാക്കിന് അർത്ഥമായി വരുന്നത്. എന്നാൽ അടുത്തത് നോക്കിക്കേ, അക്കാലം. ഇവിടെ ഇക്കായാണ് വന്നിരിക്കുന്നത്. അക്കാലം. അപ്പം അകാലം, അക്കാലം. അക്കാലം എന്ന് പറഞ്ഞാൽ ആ കാലം, കഴിഞ്ഞ ഒരു കാലത്തെ
കുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കോളേജ് ജീവിതത്തെയോ അല്ലെങ്കിൽ സ്കൂൾ ജീവിതത്തെയോ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ പറയാൻ പറ്റും, അക്കാലം എത്ര സന്തോഷമുള്ളതായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അക്കാലം എന്ന് പറഞ്ഞാൽ ആ കാലം എന്നാണ് അർത്ഥം. ആ കാലം, ആ കഴിഞ്ഞ ആ കാലം. അപ്പോ അക്കാലം എന്ന് പറഞ്ഞാൽ ആ കാലം എന്നാണ് അർത്ഥം. എന്നാൽ അകാലം എന്ന് പറഞ്ഞാൽ തക്കതല്ലാത്ത കാലം എന്നാണ് അർത്ഥം. അടുത്ത പദം അനലൻ, അനിലൻ. അനലൻ, അനിലൻ, അതാണ് അടുത്ത പദം. നോക്കിക്കേ, അനലൻ, അനിലൻ, ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ നായ്ക്ക് വള്ളിയില്ല, ഇവിടെ നായ്ക്ക് വള്ളിയുണ്ട്. അനലൻ, അനിലൻ. അനലൻ എന്ന് പറഞ്ഞാൽ അഗ്നി അല്ലെങ്കിൽ തീ എന്നാണ് അർത്ഥം. അനലൻ എന്ന് പറഞ്ഞാൽ അഗ്നി അല്ലെങ്കിൽ തീ എന്നാണ് അർത്ഥം. അതേസമയം അനിലൻ എന്ന് പറഞ്ഞാലോ കാറ്റ്. അനിലൻ എന്ന് പറഞ്ഞാൽ കാറ്റ് എന്നാണ് അർത്ഥം. അപ്പോ അനലൻ അഗ്നി, അനിലൻ കാറ്റ്. അനലൻ അഗ്നി, അനിലൻ കാറ്റ്. അടുത്ത പദങ്ങൾ നോക്കിക്കേ, ചെറിയ പദങ്ങളാ അല്ലേ? ചെറിയ പദം, രണ്ടക്ഷരമേ ഉള്ളൂ. ഒലി, ഒളി. ഒലി, ഒളി, രണ്ടും സമാനമാ എന്ന് തോന്നുന്ന പദങ്ങളാണ്. ഉച്ചാരണത്തിൽ വ്യത്യാസമുണ്ട്, കാരണം ഈ രണ്ടിന്റെയും രണ്ടാമത്തെ അക്ഷരം വ്യത്യസ്തമാണ്. എന്നാൽ ഏകദേശം സമമാണെന്ന് തോന്നുന്നു. അതായത് കൺഫ്യൂസിങ് ആയിട്ടുള്ള വാക്കുകളാണ്. അപ്പൊ ഒലി എന്ന് പറഞ്ഞാൽ ശബ്ദം. ഒലി എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നാണ് അർത്ഥം. ഒലി എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നാണ് അർത്ഥം. ശബ്ദം. അതേസമയം ഒളി, ഒളി എന്ന് പറഞ്ഞാൽ ഭംഗി അല്ലെങ്കിൽ ശോഭ അല്ലെങ്കിൽ ആഭ എന്നൊക്കെയാണ് അർത്ഥം. ഒലി എന്ന് പറഞ്ഞാൽ ശബ്ദം, ഒളി എന്ന് പറഞ്ഞാൽ ശോഭ അല്ലെങ്കിൽ ആഭ, ഭംഗി എന്നെല്ലാമാണ് അർത്ഥം. അപ്പോ ഒലി, ശബ്ദം, ഒളി, ശോഭ അല്ലെങ്കിൽ ആഭ, അതുമല്ലെങ്കിൽ ഭംഗി എന്നെല്ലാമാണ് അർത്ഥം വരുന്നത്. അടുത്തതും ഇതുപോലെ നമുക്ക് പരിചയമുള്ള പദമാണ്. പരിചയമുള്ള പദമാണ്. ഒന്നാമത്തെ പദം കവി. ഒന്നാമത്തെ പദം കവി. രണ്ടാമത്തെ പദം കവി. അവിടെ കാ കഴിഞ്ഞ് ആദ്യം വാ വരും, രണ്ടാമത്തെ പദത്തിൽ കാ കഴിഞ്ഞ് പാ വരും. കവി, 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 കവി. അതിൽ കവി എന്നുള്ള പദം നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാ അല്ലേ? കവി എന്നുള്ള പദം എപ്പോഴും കേൾക്കാറുള്ളതാ. എന്താ അതിന്റെ അർത്ഥം? ആരാണ് കവി? കവിത എഴുതുന്ന ആളെയാണ് കവി എന്ന് പറയുന്നത്. കവിത എഴുതുന്ന ആളെയാണ് കവി എന്ന് പറയുന്നത്. കവി എന്ന് പറഞ്ഞാൽ കവിത എഴുതുന്ന ആൾ. കവിത എഴുതുന്ന ആളാണ് കവി. അതേസമയം കവി എന്ന് പറഞ്ഞാലോ, കവി, കവി എന്ന് പറഞ്ഞാൽ കുരങ്ങ് എന്നാണ് അർത്ഥം. കവി എന്ന് പറഞ്ഞാൽ കുരങ്ങ് എന്നാണ് അർത്ഥം. കവി, കുരങ്ങ്. ചെറുപ്പത്തിൽ നമ്മൾ വായിച്ച കബീഷിന്റെ കഥ ഓർമ്മയില്ലേ? അപ്പൊ അത് ഓർത്താ മതി. കവി, കുരങ്ങ്. കവി, കവിത എഴുതുന്ന ആൾ. കവി, കുരങ്ങ്. കവി, കവിത എഴുതുന്ന ആൾ. അടുത്ത വാക്കുകൾ നോക്കിക്കേ. അടുത്തതും ചെറിയ പദമാണ്. അതിൽ നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ള പദങ്ങളായിരിക്കാം. ഒന്ന് ഛേദം. ഒന്നാമത്തെ പദം ഛേദം. രണ്ടാമത്തെ പദം ഛേദം. ഛേദം, ഛേദം. ഒന്ന് ചായാണ്, രണ്ടാമത്തെ പദത്തില് ച, ഛ അതാണ് വരുന്നത്. അപ്പം ഛേദം, ഛേദം. ഛേദം എന്നാൽ നഷ്ടം അല്ലെങ്കിൽ നാശം എന്നൊക്കെയാണ് അർത്ഥം. നഷ്ടം അല്ലെങ്കിൽ നാശം എന്നൊക്കെയാണ് അർത്ഥം. ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഓരോ ആളുകളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ടായിരിക്കും, നിങ്ങൾ ഒരു ഛേദവും ഇല്ലാത്ത ഉപകാരമല്ലയോ, നിങ്ങൾ അതങ്ങ് ചെയ്തു കൊടുക്ക്. ഒരു ഛേദവും ഇല്ലാത്ത ഉപകാരമല്ലയോ, അതങ്ങ് ചെയ്തു കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ആ ഉപകാരം ചെയ്തു കൊടുത്തെന്നും പറഞ്ഞ് ഒരു നഷ്ടവും സംഭവിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ അതങ്ങ് ചെയ്തു കൊടുക്ക് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ഛേദം എന്ന് പറഞ്ഞാൽ നഷ്ടം അല്ലെങ്കിൽ നാശം. ഛേദം, മുറിക്കുക, മുറിക്കൽ. ഛേദം, മുറിക്കുക, മുറിക്കൽ. ശിരച്ഛേദം ചെയ്യുക, തല വെട്ടിക്കളയുക. ഓക്കെ,
അപ്പോ ഛേദം, നഷ്ടം അല്ലെങ്കിൽ നാശം. ഛേദമാവുമ്പോ മുറിക്കൽ എന്നാണ് അർത്ഥം. ഛേദം മുറിക്കുക. അടുത്ത പദം പ്രസാദം. ആദ്യ പദം പ്രസാദം. രണ്ടാമത്തെ പദം പ്രാസാദം. ആദ്യ പദം പ്രസാദം, രണ്ടാം പദം പ്രാസാദം. ദാ ഇവിടെ വന്നപ്പം പ്രായിക്ക് കൂടി ദീർഘം വന്നിട്ടുണ്ട്. ഇവിടെ പ്രായിക്ക് ദീർഘമില്ല. പ്രസാദം, പ്രാസാദം, പ്രസാദം, പ്രാസാദം. ഇപ്പോ പ്രസാദം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാറുള്ള പദമാണ്. പ്രസാദം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാറുള്ള പദമാണ്. പ്രസാദം, പ്രസന്നത. അവന്റെ മുഖത്തൊരു പ്രസാദമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മുഖത്ത് ഒരു പ്രസന്നതയൊക്കെ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പം പ്രസാദം, പ്രസന്നത. അതിന് മറ്റൊരർത്ഥമുണ്ട്. അത് ദേവോച്ഛിഷ്ടം എന്നാണ്. പ്രസാദം എന്നുള്ള വാക്കിന് രണ്ടാമത്തെ അർത്ഥം ദേവോച്ഛിഷ്ടം എന്നാണ്. ഇപ്പം ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റ് അല്ലെങ്കിൽ എച്ചിൽ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് സാധാരണ പറയാറ്. എന്നാൽ ദേവോച്ഛിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അർത്ഥത്തിലല്ല, ദേവന് നേദിച്ചതിന്റെ ബാക്കി. അതായത് അമ്പലത്തിൽ നിന്ന് പായസവും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടില്ലേ, അപ്പൊ നമ്മൾ അമ്പലത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം കിട്ടി എന്ന് പറയാറില്ലേ, ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം കഴിച്ചു എന്ന് പറയാറില്ലേ. അപ്പം ആ പ്രസാദത്തിനാണ് ദേവോച്ഛിഷ്ടം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ആ പ്രസാദത്തിനാണ് ദേവോച്ഛിഷ്ടം എന്ന് പറയുന്നത്. അതായത് ദേവന്റെ എച്ചിൽ എന്നുള്ള അർത്ഥമല്ല, ദേവന് നേദിച്ചതിന്റെ ബാക്കി. ദേവന് നേദിച്ചതിന്റെ ബാക്കി, നേദിച്ചത് നമുക്ക് തരുന്നത്, അതാണ് ദേവോച്ഛിഷ്ടം. ദേവന് നേദിച്ചതിന്റെ ബാക്കി. അപ്പം പ്രസാദത്തിന്റെ ഒരർത്ഥം പ്രസന്നത എന്നാണ്, അടുത്തത് ദേവോച്ഛിഷ്ടം എന്നാണ്. ഇനി പ്രസാദത്തിന് അനുഗ്രഹം എന്നൊരർത്ഥം കൂടിയുണ്ട്. അനുഗ്രഹം, ദൈവം പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ചു. ദൈവം പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ചു എന്നാണ് അർത്ഥം വരിക. അപ്പോ പ്രസാദം എന്നുള്ള വാക്കിന് പ്രസന്നത, ദേവോച്ഛിഷ്ടം, അനുഗ്രഹം എന്നിങ്ങനെ അർത്ഥങ്ങളുണ്ട്. അതേസമയം പ്രാസാദം എന്ന് പറഞ്ഞാലോ മാളിക അല്ലെങ്കിൽ രാജഗൃഹം. മാളിക അറിയാലോ, വലിയ കൊട്ടാര സദൃശമായ വീടുകൾക്കാണ് നമ്മൾ മാളിക, മണിമാളികകൾ എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അങ്ങനെ കൊട്ടാര സദൃശമായിട്ടുള്ള വീടുകൾക്കാണ് മാളിക എന്ന് പറയുന്നത്. രാജഗൃഹം, രാജാവിന്റെ ഗൃഹം, രാജഗൃഹം, അതായത് വലിയ വീട്, കൊട്ടാരം. അപ്പോൾ അങ്ങനെയുള്ള വലിയ മണിമാളികയ്ക്കും രാജകൊട്ടാരത്തിനും ഒക്കെ പറയുന്ന പേരാണ് എന്ത്? പ്രാസാദം. പ്രാസാദം. അപ്പോ പ്രസാദം എന്ന് പറഞ്ഞാൽ പ്രസന്നത, ദേവോച്ഛിഷ്ടം, അനുഗ്രഹം എന്നിങ്ങനെ അർത്ഥമുണ്ട്. അതേസമയം നോക്കിക്കേ, പ്രാസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാളിക, രാജഗൃഹം എന്നിങ്ങനെയാണ് അർത്ഥം. മാളിക, രാജഗൃഹം എന്നിങ്ങനെയാണ് പ്രാസാദത്തിന്റെ അർത്ഥം. അടുത്തത് നമ്മളെല്ലാം കേട്ടിട്ടുള്ള പദമാണ് അല്ലേ, മതം. മതം തായാണ്, ത, മതം. അടുത്ത പദം മതം, അതും നമ്മൾ കേട്ടിട്ടുള്ള പദമാണ്. നീ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ പദം ഉപയോഗിക്കും. ആനയ്ക്ക് മതമിളകി എന്ന് പറയുമ്പോൾ ഈ പദം ഉപയോഗിക്കും. അപ്പോ മതം, മതം, ഒരിടക്ക തായാണ്, അടുത്തടുക്ക് ദായാണ്. അപ്പൊ ഈ മതം എന്നുള്ള പദത്തിന്റെ അർത്ഥം, മതം ഈ ഒന്നാമത്തെ പദത്തിന്റെ അർത്ഥം അഭിപ്രായം അല്ലെങ്കിൽ വിശ്വാസം എന്നാണ്. മതം എന്ന പദത്തിന്റെ അർത്ഥം അഭിപ്രായം അല്ലെങ്കിൽ വിശ്വാസം എന്നാണ്. അതേസമയം രണ്ടാമത്തതോ, ആനയ്ക്ക് മതമിളകുമ്പോ എന്താ സംഭവിക്കുന്നേ? ആന സകലതും നശിപ്പിക്കും അല്ലേ, ആന സകലതും നശിപ്പിക്കും. പിന്നെ വഴി കിടക്കുന്ന വണ്ടികളെല്ലാം കുത്തിമറിക്കും, ചവിട്ടി തകർക്കും, ചിലപ്പോൾ ആൾക്കാരെ കൈ കിട്ടിയാൽ കുത്തിക്കൊല്ലും. അപ്പോ അതിന്റെ അർത്ഥം, മതം എന്ന പദത്തിന്റെ അർത്ഥം, മതം എന്ന പദത്തിന്റെ അർത്ഥം ഭ്രാന്ത് അല്ലെങ്കിൽ ലഹരി, അതും അല്ലെങ്കിൽ സന്തോഷാധിക്യം എന്നുള്ളതാണ്. ഭ്രാന്ത് അല്ലെങ്കിൽ ലഹരി അല്ലെങ്കിൽ സന്തോഷാധിക്യം. ഭ്രാന്ത് പിടിച്ച ഒരാൾ എന്തെല്ലാം ചെയ്യും? ചിലപ്പോൾ കൂടുള്ള ആളുകളെ അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരെ ഉപദ്രവിക്കും, ചില സാധനങ്ങൾ നശിപ്പിക്കും. ആനയ്ക്കും മതം ഇളകുമ്പോൾ അതുപോലെയല്ലേ? ആനയ്ക്കും മതം ഇളകുമ്പോൾ അതുപോലെയല്ലേ? വഴിയിൽ കാണുന്നതെല്ലാം നശിപ്പിക്കും, ചിലപ്പോൾ ആളെയും കൊല്ലും. അപ്പോ മതം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്, ലഹരി,
സന്തോഷാധിക്യം. നമ്മൾ കൂടുതൽ സന്തോഷം വന്നാലും നമ്മുടെ ചെയ്തികൾക്ക്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഒരു നിയന്ത്രണം കാണുകയില്ല, അല്ലേ? അപ്പോൾ മദം എന്ന് പറഞ്ഞാൽ സന്തോഷാധിക്യം, സന്തോഷമുള്ള അവസ്ഥയല്ല, സന്തോഷം കൂടുതലുള്ള അവസ്ഥ. അതേപോലെ ലഹരി, ലഹരി പിടിച്ച അവസ്ഥ. അതേപോലെ ഭ്രാന്ത് പിടിച്ച അവസ്ഥ, അതാണ് മദം. ഓക്കെ, അടുത്ത വാക്ക് വയസ്സൻ. വയസ്സൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പ്രായം ചെന്ന ആളുകളെ, വൃദ്ധന്മാരെ, അല്ലേ? അതായത് ഒരു പ്രായം കഴിഞ്ഞ ആളുകളെ, യൗവനമൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയ ആൾക്കാരെയാണ് നമ്മൾ വയസ്സൻ എന്ന് വിളിക്കുന്നത്. അതായത് വൃദ്ധൻ എന്നുള്ള അർത്ഥത്തിലാണ് വയസ്സൻ എന്നുള്ള പദം പ്രയോഗിച്ചിരിക്കുന്നത്. വയസ്സൻ, വൃദ്ധൻ, വയസ്സൻ, വൃദ്ധൻ. അതേസമയം ഇവിടുത്തെ പദം നോക്കിക്കേ, വയസ്യൻ. ഇവിടെ വയസ്സനാണ്, ഇവിടെ വയസ്യൻ. വയസ്യൻ സ്യായാണ്, സ്യാ. വയസ്യൻ, വയസ്യൻ, സ്യായാണ് അവിടെ. ഓക്കെ, അപ്പോ ഇവിടെ വയസ്സൻ, ഇവിടെ വയസ്യൻ. കേട്ടിട്ടില്ലേ വയസ്യൻ? നമ്മുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടില് കൃഷ്ണൻ കുചേലനെ കണ്ട സന്ദർഭമൊക്കെ വിശദീകരിക്കുമ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട്, താഴെ തന്റെ വയസ്യനെ ദൂരത്തു കണ്ടു. വയസ്യൻ എന്ന് പറഞ്ഞാൽ സമവയസ്സുള്ളവൻ, സമപ്രായക്കാരൻ, അതായത് സുഹൃത്ത്, കൂട്ടുകാരൻ, സതീർത്ഥ്യൻ എന്നുള്ള അർത്ഥമാണ്. സമവയസ്സുള്ളവൻ അല്ലെങ്കിൽ സതീർത്ഥ്യൻ, അതുമല്ലെങ്കിൽ കൂട്ടുകാരൻ എന്നുള്ള അർത്ഥമാണ്. കൂട്ടുകാരൻ, സതീർത്ഥ്യൻ, സമവയസ്സുള്ളവൻ എന്നെല്ലാമുള്ള അർത്ഥമാണ് വയസ്യൻ എന്ന പദത്തിന്. അതേസമയം വയസ്സൻ എന്ന് പറഞ്ഞാൽ വൃദ്ധൻ എന്നാണ് അർത്ഥം. അടുത്തത് ഹേമം, ഹിമം. ഹേമം, ഹിമം, ഹേമം, ഹിമം. ഒരിടക്ക് ഹേമം, ഹായ്ക്ക് ഇരട്ടപ്പുള്ളിയാണ് വന്നിരിക്കുന്നത്, അല്ലേ? ഇവിടെ ഹിമം, വള്ളി, ഹായ്ക്ക് വള്ളിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഹേമം എന്ന് പറഞ്ഞാൽ സ്വർണം എന്നാണ് അർത്ഥം. ഹേമം എന്ന് പറഞ്ഞാൽ സ്വർണം. സ്വർണം എന്ന് എഴുതുമ്പം 2 ണ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ, 1 ണ ആണെങ്കിലും മതി. ഹേമം സ്വർണം, ഹിമം മഞ്ഞ്, ഹിമക്കരടി, മഞ്ഞില് ജീവിക്കുന്ന കരടി, ഹിമക്കരടി. കേട്ടിട്ടില്ലേ? അപ്പം ഹിമം മഞ്ഞ്, ഹേമം സ്വർണം, ഹിമം മഞ്ഞ്, ഹേമം സ്വർണം. PSC പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ടോപ്പിക്കുകൾ മനസ്സിലാക്കി അതനുസരിച്ച് കുട്ടികൾക്ക് ക്ലാസ് നൽകുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വരുന്ന കുട്ടികളിൽ 5-ൽ ഒരാൾക്ക് സർക്കാർ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുന്നത്. ഇതുപോലെ മലയാളത്തിന്റെ അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.